നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ അതിലെ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഇത് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആവുന്നതിനുള്ള റൂൾസ് എന്തൊക്കെയാണ്, അതുപോലെ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആയാൽ അതിൻ്റെ പാർട്സ് അതിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആവുന്നത് എങ്ങനെയാണ്, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്, ആംഗിൾ സം പ്രോപ്പർട്ടിയും, അതുപോലെ ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് വരാറുണ്ട്. അതുപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. One angle of an isosceles triangle is 120 degree. What are the other two angles? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ 120 ഡിഗ്രിയാണ്. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്, മറ്റ് രണ്ട് കോണുകൾ എത്രയാണെന്നുള്ളത്. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുക റഫായി. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമപാർശ്വ ത്രികോണം ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സൈഡുമാണ് നമ്മൾ ഈക്വൽ സൈഡ്സ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ആംഗിളിൻ്റെ കേസിൽ ഈ രണ്ട് സൈഡുമാണ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കുമല്ലോ. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 120 എന്നുള്ളത് ഈക്വൽ ആംഗിളായിട്ട് വരുമോ, അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ വരാം. അപ്പം നമ്മൾ ഓർക്കേണ്ടത് 120 ഡിഗ്രി എന്നുള്ളത് ഒരിക്കലും ഈക്വൽ ആംഗിളായിട്ട് വരില്ല. കാരണം മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 120 പ്ലസ് പിന്നെ രണ്ട് ആംഗിളും കൂടെ കൂട്ടണം അല്ലേ. ഇപ്പോൾ എക്സ് പ്ലസ് എക്സ് ആണ് രണ്ട് ആംഗിൾ എന്നിരിക്കട്ടെ, അതാണ് 180 ആയിട്ട് വരുന്നത്. ഈ രണ്ടും 120 എടുത്താൽ തന്നെ ഇപ്പോൾ രണ്ട് ഈക്വൽ ആംഗിളായിട്ട് വരുന്ന രണ്ട് ആംഗിളും 120 ആണെങ്കിൽ 240 ആണ് ടോട്ടൽ വരുന്നത്. ഇതൊരിക്കലും പോസിബിൾ അല്ല ഒരു ട്രയാങ്കിളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർക്കുക, 120 എന്നുള്ളത് ആ ലാർജർ ആംഗിൾ ആയിരിക്കും, ഈക്വൽ ആംഗിൾ ആയിരിക്കില്ല, ബാക്കിയുള്ള ആംഗിൾ ആയിരിക്കും, അൺഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ആയിരിക്കും. അത് വേണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ഈ ആംഗിളാണ് 120. ഇനി നമ്മൾ ഈക്വൽ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിപ്പോൾ ഇതേപോലെ തന്നെ ഈ ആംഗിളും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് എക്സ് എന്ന് എടുക്കുക. 120 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ 120 പ്ലസ് എക്സ് എന്താണ് 2x ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി 2x ഇസ് ഈക്വൽ ടു എന്താണ് 180 മൈനസ് 120. 180 മൈനസ് 120 എന്താണ് 60. Therefore x is equal to എന്ത് വരും 60 divided by 2, that is 30 ഡിഗ്രി. അപ്പോൾ ഈക്വൽ ആംഗിൾസ് ആയിട്ട് അല്ലെങ്കിൽ അതർ ടു ആംഗിൾസ് വരുന്നത് എത്രയാണ് 30 ഡിഗ്രി ആയിരിക്കും രണ്ടും. മനസ്സിലായില്ല? അപ്പോൾ ഈ ടൈപ്പ് 1-2 മാർക്കിൻ്റെ പ്രോബ്ലം ആയിരിക്കും ഇത്. ഇതേ ടൈപ്പ് ഒരെണ്ണം ഷുവറായിട്ടും വരും. ഒരാംഗിൾ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോണളവ് മാത്രം തന്നിട്ട് ബാക്കി രണ്ട് കോണുകൾ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ കോൺ ഏതാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക, ഏതാണെന്നുള്ളത്. ഇപ്പോൾ 120 അതൊരിക്കലും ഈക്വൽ ആംഗിൾ ആവില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വളരെ സിമ്പിളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ. In each pair of triangles below, find the angles of the second triangle equal to the angles of the first triangle and write these pairs. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. രണ്ടിൻ്റെയും സൈഡ്സ് ഈക്വൽ ആണ്. 2, 3, 4 ഇവിടെയും 2, 3, 4. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, മൂന്ന് സൈഡ്സും ഈക്വൽ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആംഗിൾസ് എഴുതാനായിട്ട്. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിളിന് ഈക്വൽ ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിന് ഏതാണ് വരുന്നതെന്നുള്ള പെയർ എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇവിടെ നോക്കി ഈ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ഏതാണ് 2 സെൻറ്റിമീറ്റർ, ഇതാണ്. ഇവിടെ AC ആണ്, ഇവിടെ PQ ആണ്. ഈ ACക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ അല്ലേ, ആംഗിൾ B അല്ലേ. ACക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് ആംഗിൾ B. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ PQ ആണ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ് R. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ B ഇസ് ഈക്വൽ ടു ആംഗിൾ R. ഇനി അതുപോലെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ നോക്കാം. 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഇതല്ലേ, ഇതേ ആംഗിൾ ഏതാണ് C. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്, ഇത് ആംഗിൾ P.
ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. ഇനി 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരുന്ന ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ, ആംഗിൾ എ. അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ ക്യൂ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് എടുത്തെഴുതുക. 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്നത് ഇവിടെ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ബി ആണ്. ഇവിടെ 2 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആറാണ്. അതുപോലെ ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് സി ആണ്. ഇവിടെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് പി ആണ്. അതുപോലെ ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് എ ആണ്. ഇവിടെ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ക്യൂ. അങ്ങനെ നമുക്ക് ആ പെയർ എഴുതാം. In triangle ABC, angle A is equal to angle C, angle B is equal to 120 degree and BC is equal to 4 centimeter. Find AB and find angle A. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ബി 120 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എ ബി, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ബി സി. അപ്പം ബി സിയും എ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പം ബി സി 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എ ബി എന്തായിരിക്കും? എ ബിയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് ആൻസർ 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് എന്താണ്? ആംഗിൾ എ കണ്ടുപിടിക്കാൻ. ആംഗിൾ എ ഇവിടെ എന്താണ്? ഇത് 120 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ എത്രയാണ് ഒരു ട്രയാങ്കിളിൻ്റെ? 180 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 180. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഇത് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതല്ലേ. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 180 മൈനസ് 120. അതായത് എന്താണ്? 60 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ അല്ലേ. therefore ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ പകുതി ആയിരിക്കും, 60യുടെ ഹാഫ്, അതായത് 30 ഡിഗ്രി. ഇവിടെ സെക്കൻഡ് പാർട്ട് എന്താണ്? ആംഗിൾ എ. ആംഗിൾ എ എന്താണ്? 30 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ സിയും 30 ഡിഗ്രി ആയിരിക്കും. ഇതേപോലത്തെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. In the picture, ABC is a triangle. AC is equal to BC. Angle C is equal to 70 degree. Angle B is equal to dash. Options: A 70 degree, B 55 degree, C 110 degree, D 60 degree. ഇവിടെ AC is equal to BC എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ C 70 ഡിഗ്രി ആണ്. ആംഗിൾ B ആണ് കണ്ടുപിടിക്കേണ്ടത്. ACയും BCയും ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് ACയും BCയും. അപ്പോൾ ഇതെന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ 2 സൈഡ്സ് ഈക്വൽ ആവും. അതുപോലെ തന്നെ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആവും. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. അതിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രി എന്ന്. ഇത് പിന്നെ നമുക്ക് എളുപ്പമല്ലേ കണ്ടുപിടിക്കാനായിട്ട്. ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180. അപ്പോൾ 180 70 മൈനസ് ചെയ്താൽ കിട്ടുന്നത് ഈ 2 ആംഗിളിൻ്റെയും കൂടി സം ആയിരിക്കും. ഈ 2 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി ആയിരിക്കും ഓരോ ആംഗിളും. അപ്പോൾ ഇവിടെ ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി അല്ലെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180. അതിൽ എയും ബിയും നമ്മൾക്ക് അറിയില്ല. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് 70 is equal to 180. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി is equal to എന്ത് വരും? 180 മൈനസ് 70. 180 മൈനസ് 70 എന്താണ്? 110 ഡിഗ്രിയാണ്. ഇനി എയും ബിയും ഈക്വൽ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പകുതി ആയിരിക്കൂലേ. therefore ആംഗിൾ എ is equal to ആംഗിൾ ബി is equal to 110 divided by 2. that is 55 ഡിഗ്രി. നമുക്കിവിടെ ഇവർ ചോദിച്ചിരിക്കുന്നത് ബി ആണ്. ആംഗിൾ ബി എന്താണ്? 55 ഡിഗ്രി. എയും 55 ഡിഗ്രിയാണ്. അപ്പോൾ ആൻസർ ഇതിൽ ഏത് ഓപ്ഷൻ വരും? ബി 55 ഡിഗ്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇത് സിമ്പിളാണ്. ഇതേപോലത്തെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതേ ടൈപ്പ് 1 മാർക്കിൻ്റെ എന്തായാലും ചോദിക്കാണ്ടിരിക്കില്ല. In the picture, AB is the diameter of the circle. Center at O. Prove that angle ACB is a right angle. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, സെൻറ്റർ O ആണ്, എ ബി ഡയമീറ്റർ ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്
ആംഗിൾ ACB ഈസ് എ റൈറ്റ് ആംഗിൾ. അതായത് ഈ ആംഗിൾ ഒരു റൈറ്റ് ആംഗിൾ ആണെന്നാണ്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് ആംഗിൾ ACB is equal to 90 ഡിഗ്രി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ ACB 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. OA, OB, OC ഇതൊക്കെ എന്താണ്? OA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, OB റേഡിയസ് ആണ്, അതുപോലെ OC റേഡിയസ് ആണ് അല്ലേ. ഇതെല്ലാം ഈക്വൽ ആണ്. OAയും OBയും OCയും എല്ലാം ഈക്വൽ ആണ്, റേഡിയസ് ആണ് സർക്കിളിൻ്റെ. ഈ ട്രയാങ്കിൾ നോക്കാം, ട്രയാങ്കിൾ AOC. അതിൽ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇത് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് സൈഡ്സിന് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കൂലേ. അപ്പോൾ ഏതൊക്കെ ആംഗിളാണ്? ഇത് രണ്ടുമാണ് ഈക്വൽ സൈഡ്സ്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും അതുപോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ട്രയാങ്കിൾ നോക്കിയാൽ ട്രയാങ്കിൾ OBC, അതിൽ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആകുമ്പോൾ അതിൽ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും അതുപോലെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനൊക്കെ പേര് കൊടുക്കാം. ഈ രണ്ട് ആംഗിളും എക്സ് എന്ന് എടുക്കുകയാണ്, ഈ രണ്ട് ആംഗിളും എക്സ്. ഈ രണ്ട് ആംഗിൾസും വൈ എന്ന് എടുക്കുകയാണ്. ഈ രണ്ട് ആംഗിളും എക്സ് എടുത്തു, ഈ രണ്ട് ആംഗിളും വൈ എടുത്തു. ഇനി ഈ വലിയ ട്രയാങ്കിൾ നോക്കിയ ട്രയാങ്കിൾ ACB, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണ്? ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളിൻ്റെയും സം 180 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ സം എഴുതാം. ഇൻ ട്രയാങ്കിൾ ACB in triangle ACB, ACBയിൽ ഈ ആംഗിൾ എന്താണ്? OAC, ആംഗിൾ OAC പ്ലസ് ഈ ആംഗിൾ എന്താണ്? ACB, ആംഗിൾ ACB പ്ലസ് ഈ ആംഗിൾ എന്താണ്? ആംഗിൾ CBA, ആംഗിൾ CBA. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇനി ഓരോ ആംഗിളിൻ്റെയും അളവുകൾ കൊടുക്കാം. ഇവിടെ എന്താണ്? ഈ ആംഗിൾ എന്താണ്? OAC എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, എക്സ് ഡിഗ്രിയാണ്. പ്ലസ് ഈ ആംഗിൾ എന്താണ്? ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇതാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് ഇനി ഈ ആംഗിൾ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് പ്ലസ് എക്സ് എന്താണ്? 2x പ്ലസ് വൈ എന്താണ്? 2y ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി 2 കോമൺ അല്ലേ ഇതിന്, അപ്പോൾ 2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് വൈ വരും, ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഈ 2 ഇവിടെ ഡിവൈഡഡ് ബൈ ആവും, 180 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 90 ഡിഗ്രി. ഇനി എക്സ് പ്ലസ് വൈ എന്താണ്? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ACB അല്ലേ, ആംഗിൾ ACB അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് 90 ഡിഗ്രി ആണെന്ന് കിട്ടിയില്ലേ, അപ്പം അതിൻ്റെ പ്രൂഫായില്ലേ. അപ്പം therefore ആംഗിൾ ACB എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്താണ്? എക്സ് പ്ലസ് വൈ ആണ്, ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ACB ഈസ് എ റൈറ്റ് ആംഗിൾ. ഈ ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ A കണ്ടുപിടിക്കണം, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഇവിടെ നമുക്ക് ആംഗിൾ A കണ്ടുപിടിക്കണം, പിന്നെ ഈ സർക്കിളിൻ്റെ റേഡിയസും കണ്ടുപിടിക്കണം. അത് രണ്ടുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ട്രയാങ്കിൾ AOB, ആംഗിൾ AOB 60 ഡിഗ്രി ആണെന്ന്
തന്നിട്ടുണ്ട്. അതുപോലെ AB 5 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ഇനി ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണെന്ന് നോക്കാം. OAയും OBയും എന്താണ്? റേഡിയസ് ആണ് അല്ലേ? OAയും OBയും റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈക്വൽ ആംഗിൾസ് എന്തൊക്കെയായിരിക്കും? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. കാരണം ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. അപ്പം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇനി മൂന്ന് ആംഗിളും കൂടെ എത്ര വരണം? മൂന്ന് ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ആംഗിളും കണ്ടുപിടിക്കാമല്ലോ. ഇൻ ട്രയാങ്കിൾ AOB ആംഗിൾ A പ്ലസ് ആംഗിൾ O പ്ലസ് ആംഗിൾ B is equal to എന്താണ്? 180 ഡിഗ്രി. ഇതിൽ നമുക്ക് ആംഗിൾ O അറിയാം, 60 ഡിഗ്രി. അപ്പം ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് 60 ഡിഗ്രി is equal to 180 ഡിഗ്രി. ദെൻ ആംഗിൾ A പ്ലസ് ആംഗിൾ B is equal to എന്താണ്? 180 മൈനസ് 60, അതായത് 120 ഡിഗ്രി എന്ന് കിട്ടി. A പ്ലസ് B. ഇനി എയും ബിയും ഈക്വൽ ആണ്. കാരണം എന്താണ്? ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. Therefore ആംഗിൾ A is equal to ആംഗിൾ B is equal to ബാക്കിയുള്ള എത്രയാണ്? 120 ആണ്. അപ്പം 120യുടെ ഹാഫ് ആയിരിക്കുമല്ലോ ഈ രണ്ട് ആംഗിളും. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ 120 ഡിവൈഡഡ് ബൈ 2. എന്ത് വരും? 60 ഡിഗ്രി വരും. ഇതിന്റെ റീസൺ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾ എന്നും പറയാം. അതുകൊണ്ടാണ് ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതിയത്. അപ്പം അത് കിട്ടി 60 ഡിഗ്രി ആണെന്ന്. അപ്പം ഈ മൂന്ന് ആംഗിളും നമുക്ക് കിട്ടി അല്ലേ? മൂന്ന് ആംഗിളും 60 ഡിഗ്രിയാണ്. ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണെന്ന് കിട്ടി. അപ്പം നോക്കി, ഇവിടെ മൂന്ന് ആംഗിളും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്ന് സൈഡ്സ് ഈക്വൽ ആയിരിക്കൂലേ? AB എന്താണ്? 5 സെൻറ്റിമീറ്റർ ആണ്. മൂന്ന് ആംഗിളും ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പം ഇവിടെ ഈ മൂന്ന് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പം AB 5 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇത് OAയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും, OBയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. മാത്രമല്ല എല്ലാം 60 ഡിഗ്രി അല്ലെ? ഈക്വൽ ആംഗിൾ ആണ്. അപ്പം ഇതിനെ എന്ത് പറയാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അതുകൊണ്ട് തന്നെ മൂന്ന് സൈഡ്സും ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് വശങ്ങളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് തന്നെയാണ് ഇത് സമഭുജ ത്രികോണം ആയത്. ഇവിടെ റേഡിയസ് എന്ത് എഴുതാം? അല്ലെങ്കിൽ നമുക്ക് പറയാം OA is equal to OB is equal to AB. എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. റീസൺ എന്താണ്? സൈഡ്സ് ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓർ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. Equilateral triangle. Therefore, OA is equal to OB is equal to AB is equal to എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അതായത് റേഡിയസ് എന്താണ്? ഇപ്പം B പാർട്ടിലാണ്. A പാർട്ട് ആംഗിൾ A ആണ് കേട്ടോ. അപ്പം അതിൽ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ ആൻസർ കിട്ടി. A പാർട്ട് ആംഗിൾ A is equal to 60 ഡിഗ്രി. ഇനിയിപ്പോൾ നമ്മളിത് കാണുന്നത് B പാർട്ടാണ്. B പാർട്ട് റേഡിയസ് ഓഫ് ദ സർക്കിൾ. Therefore radius of the circle is 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതേ ടൈപ്പ് പ്രൂവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇപ്പം നമ്മൾ ചെയ്ത രണ്ടും. The sides of a triangle are 15 centimeter, 15 centimeter and 24 centimeter. Draw a rough sketch of the triangle and compute its area. സെൻറ്റിമീറ്റർ, ഈ സൈഡ് 24 സെൻറ്റിമീറ്റർ.
ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് കമ്പ്യൂട്ട് ഇറ്റ്സ് ഏരിയ. റഫ് സ്കെച്ച് വരച്ചു, ഇനി ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഹാഫ് ബി എച്ച്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ബി എച്ച്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഈ ട്രയാങ്കിളിൽ നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് ഈ 24 ആണ്. മറ്റേത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ അൺഈക്വൽ ആയിട്ട് വരുന്ന സൈഡാണ് നമ്മളിവിടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഹൈറ്റ് ആ ഓപ്പോസിറ്റ് വർട്ടെക്സിന് ഇതിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മാത്രമല്ല ഇവിടെ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എങ്ങനെയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ബേസിനെ ബൈസെക്റ്റ് ചെയ്യും, അതായത് സമഭാഗം ചെയ്യും, പകുതി ആയിരിക്കും. അപ്പോൾ ഇത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇത് 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഹൈറ്റ് അറിയണം, ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. ബേസ് അറിയാം 24, ഇനി ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പം ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പം എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ഇതാണ് 15, ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും. നമുക്ക് ട്രയാങ്കിൾ പേര് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടി. ABCD. അപ്പോൾ ഇവിടെ പേര് കൊടുത്തിരിക്കുന്നത് ABC. ഈ പോയിന്റ് D എന്നെടുത്ത് നമ്മൾ ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻ ട്രയാങ്കിൾ ABD, ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. AB² ഇസ് ഈക്വൽ ടു BD² പ്ലസ് AD², ഓർ AD² പ്ലസ് BD² ഇസ് ഈക്വൽ ടു AB². AD നമുക്ക് അറിയില്ല, അത് H എന്നെടുത്ത് H². BD എന്താണ്? 12 ആണ്, 12². AB എന്താണ്? 15 ആണ്, 15². H² പ്ലസ് 12² എന്ന് പറഞ്ഞാൽ 144, 15² എന്ന് പറഞ്ഞാൽ 225. ദെൻ H² ഇസ് ഈക്വൽ ടു 225 മൈനസ് 144, 81. H² 81 എന്ന് കിട്ടി. Therefore H is equal to എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 81. 9. അപ്പം 9 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ്. നമുക്ക് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് എത്രയാണ്? 9. അത് കണ്ടുപിടിക്കുന്നത് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതേ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാന്നല്ല, ഈ ടൈപ്പ് പ്രോബ്ലം എന്തായാലും വരും. അതായത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ അതിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ഫിഗർ തരായിരിക്കും, എന്നിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ബേസും വേണം, ഹൈറ്റും അറിയണം. ബേസ് ഒരു സൈഡായിരിക്കും, അതിന് ഹൈറ്റ് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? ഇവിടെ 9 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി ഏരിയ എന്താണ്? Therefore ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC is equal to half BH അല്ലേ? half into half BH is equal to half into ബേസ് എന്താണ്? BC. അതിവിടെ എഴുതാട്ടോ ഒന്ന്. half into ബേസ് BC ഇൻറ്റു ഹൈറ്റ് എന്താണ്? AD ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്ത് എഴുതിയതാണ്. ഹാഫ് ഇൻറ്റു ഇനി BC എന്താണ്? 24 ഇൻറ്റു AD നമുക്ക് കിട്ടിയത് ഇപ്പോൾ കണ്ടുപിടിച്ചത് 9. അപ്പോൾ 2 ഇതിൽ 12 ടൈംസ് 108 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് കിട്ടി? 108 ചതുരശ്ര സെൻറ്റിമീറ്റർ. അതായത് അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് 108 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നന്നായി പഠിച്ചു വെക്കുക. വളരെ സിമ്പിളാണ്, അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ട്രയാങ്കിൾ? ഇവിടെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിത് ഈ ലെങ്ത് അറിയാമെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും ഈ സൈഡ്, പിന്നെ ഇത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അത് നമ്മുടെ പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഹൈറ്റ് കിട്ടും. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോവുക.